അത് എത്രയും വേഗം തീർക്കണം. അതിന് നീ രഘുവിനെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ വിനയ? രഘുവിനല്ലല്ലോ പ്രശ്നം, അമ്പിളിക്കല്ലേ? അതെ, അറിയാം. രഘുവേട്ടന്റെ ചില രീതികളാണല്ലോ അമ്പിളി ചേച്ചിക്ക് പ്രശ്നം. ആ രീതികൾ പൂർണ്ണമായും മാറ്റാൻ ഞാൻ പറയാം. അതൊന്നും ആരും പറഞ്ഞു മാറ്റേണ്ടതല്ല വിനയ, സ്വയം തോന്നിയിട്ട് മാറ്റേണ്ടതാ. അത് മാറ്റുമെങ്കിൽ മാറ്റട്ടെ, അതിലാരും ഇടപെടണ്ട. അതങ്ങനെയല്ലല്ലോ അമ്പിളി ചേച്ചി. ഇവിടെ ചീരോ കുട്ടികളും കൂടി താമസിക്കുന്നതല്ലേ. നിങ്ങളുടെയൊക്കെ ടെൻഷൻ ഒരാവശ്യമില്ലാതെ അവരെ കൂടി ബാധിക്കും. അത് ഒഴിവാക്കാനും കൂടിയാണ് ഞാനീ പറയുന്നത്. പരസ്പരം എല്ലാവരും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ഒക്കെ പോകുന്നത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതെ, സന്തോഷം പോലെ ടെൻഷനും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷമല്ല, ഗുണമേ ഉണ്ടാവും. കുടുംബത്തിലുള്ളവർക്ക് അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ പുറത്ത് നിന്ന് അത് നോക്കിക്കാണുന്ന എനിക്ക് എൻ്റെ ഭാര്യയും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അച്ഛന് വേറൊന്നും തോന്നരുത്. ചീരുവിനെയും മക്കളെയും എത്രയും വേഗം എൻ്റെ കൂടെ വിട്ടിരുന്നെങ്കിൽ അവര് എൻ്റെ വീട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞാൽ. ഇവിടെ അവൾക്കും കുട്ടികൾക്ക് എന്തെങ്കിലും സുഖക്കുറവുണ്ടെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഏയ്, അവരൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം സൂചിപ്പിച്ചതേ ഉള്ളൂ. തൽക്കാലം അതേക്കുറിച്ചൊന്നും ചിന്തിക്കാറായിട്ടില്ല. എല്ലാറ്റിനും ഒരു നാട്ടുനടപ്പുണ്ടല്ലോ. സമയാവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. തൽക്കാലം നീ പൊയ്ക്കോ. ശരി അച്ഛൻ, എന്നാ പിന്നെ അച്ഛനെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്ക്. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. ഭാനുമ്മേ, അവര് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? കണ്ടില്ല. ഉടനെ വരുമായിരിക്കും തിരുമേനി. മോന്റെ പിറന്നാളല്ലേ, പായസ വഴിപാടൊക്കെ ഞാൻ നേരത്തെ ചീട്ടാക്കിയിട്ടുണ്ട്. ആ, സമയമുണ്ട്, അവര് വരട്ടെ. ഇച്ചോട്ടെ, ദേ ഭാനുമ്മ. വാ. ഭാനുമ്മേ, കൃത്യസമയത്ത് തന്നെ വന്നു. ആ, പിറന്നാളുകാരനെ ഞാനൊന്ന് കാണട്ടെ. മോനെ, പിറന്നാളുകാരനായ മുത്തശ്ശിയുടെ പൊന്നുമോന് ദൈവം എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും തരട്ടെട്ടോ. ഭാനുമ്മ നേരത്തെ വന്നല്ലേ? കുറച്ചു നേരമായി മോളെ. ആ, മോനും നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള അർച്ചനയുടെ ചീട്ടായത്. ഇത് നിങ്ങൾ തന്നെ തിരുമേനിക്ക് കൊടുത്ത് അർച്ചന നടത്തിക്കോ. പായസത്തിന്റെ ചീട്ടൊക്കെ ഞാൻ നേരത്തെ കൊടുത്തു. നിവേദ്യം കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പ്രാർത്ഥിച്ചോ? ആ, ഞാൻ പ്രാർത്ഥിച്ചു. ആ, നിങ്ങളെ മോനെ കൊണ്ട് എന്ന് പ്രാർത്ഥിക്ക്. ഭാനുമ്മ ഇവിടെ ഇരിക്കാം. പോയിട്ട് ഞങ്ങളിതാ പോയിട്ട് വരാം. പ്രാർത്ഥിച്ചിട്ടോ.